അതിർത്തിയിലെ യുദ്ധസമാനമായ സാഹചര്യം കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും മറ്റേത് കാര്യത്തിൻ്റെ പേരിലായാലും രാജ്യത്ത് മൊത്തത്തിൽ സമ്പൂർണ്ണമായ ഐക്യമുണ്ടാകേണ്ട സമയത്ത് ഏതെങ്കിലും നിലയിൽ ഭിന്നിപ്പിൻ്റെ ഒരു സ്വരം ഉയർന്നുകൂടാ എന്ന അഭിപ്രായക്കാരനാണ്. സമ്പൂർണ്ണമായി രാജ്യത്തിന് വേണ്ടി ജീവൻ പണയപ്പെടുത്തി പോരാടുന്ന സൈന്യത്തോട് ഞാൻ വീണ്ടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. നമ്മൾ ചെയ്യേണ്ടൊരു കാര്യം, ഈ കേരളത്തിൽ ധാരാളം സൈനികരുണ്ട്. ആ സൈനികരുടെ അതിർത്തിയിൽ പോരാടുന്ന സൈനികരുടെ കേരളത്തിലുള്ള കുടുംബാംഗങ്ങളോട് ഗവൺമെൻറ്റും പ്രാദേശികവാസികളും കൂടുതൽ ബന്ധം സ്ഥാപിച്ച് അവരെ ആശ്വസിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. രണ്ടാമത്തത് ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് ചെയ്യാനില്ല. അത് ഗവൺമെൻറ് തന്നെ അതിൻ്റെ പൂർണ്ണാധികാരം സൈന്യത്തിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ്. സൈന്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നടപടികളെക്കുറിച്ച് ഒരു ചർച്ച മറ്റുള്ളവർ നടത്തുന്നതിനോട് ഞാൻ യോജിപ്പല്ല. അതുകൊണ്ട് ഞാൻ സൈന്യം ചെയ്യുന്ന എല്ലാ നടപടിക്കും സമ്പൂർണ്ണമായി പിന്തുണ, മറ്റു ചർച്ചയ്ക്കില്ല. ഇത് KPCC-യാണ്. ഇത്തവണത്തെ KPCC ഉപസംഘടനയുടെ പ്രത്യേകത മുതിർന്നവരെ മുന്നിൽ നിർത്തി. KPCC പ്രസിഡന്റ് മുതിർന്ന ആളാണ്. പക്ഷേ മുതിർന്ന ആളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചെറുപ്പക്കാർക്ക് കൂടുതൽ ഉത്തരവാദിത്വം, ചുമതലകൾ ഹൈക്കമാൻഡ് നൽകിയിരിക്കുകയാണ്. അതിനർത്ഥം കോൺഗ്രസിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ നേതൃത്വത്തോട് ഹൈക്കമാൻഡിന് പൂർണ്ണമായ അപ്രീസിയേഷനുണ്ട്, വിശ്വാസമുണ്ടെന്നുള്ളതാണ്. ആ വിശ്വാസത്തിലൊത്ത് വളർന്നു വരുവാൻ ഒരു കഴിയട്ടെ. അതാണ് നിങ്ങളുടെ ദൗത്യം എന്ന് ഞാൻ വിഷ്ണുവോട് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരോടും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് ചെറുപ്പക്കാർ കൂടുതൽ അകന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ചെറുപ്പക്കാരെ കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കുവാനും അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക്, UDF രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കുവാനും അതുവഴി വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലും അതിനുശേഷം 2026 അസംബ്ലി ഇലക്ഷനിലും UDF-നും കോൺഗ്രസിനും കൂടുതൽ കരുത്തുണ്ടായി 2026 കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കണം. അതാണ് അവരുടെ ദൗത്യം. അവരത് വിജയിപ്പിക്കുന്ന പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്.